പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ ആരെയും പാപത്തിൽ വീഴ്ത്താൻ വേണ്ടിയല്ല വന്നത്, എന്നാൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ്. നമ്മളെ ഒരു കാലത്ത് മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഒരു 10-12 വർഷത്തിന് മുമ്പാണ് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങുന്നത്, സ്മാർട്ട് ഫോൺ. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അത് വാങ്ങിയിട്ട് ഓരോന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, യൂട്യൂബ് വേണം. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുവാ അതിൻ്റെ പേരിൻ്റെ. ഞാനൊന്നും ആലോചിച്ചില്ല. ജോർജ് തോമസ് ഏതൻ തോട്ടത്തിലെ കനി എന്ന് പറഞ്ഞു. അത് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശരി, അദ്ദേഹം ആ പേരിട്ട് എനിക്ക് യൂട്യൂബ് സെറ്റ് ചെയ്തത്. അതിനുശേഷം അതിൽ കൂടി ഞാൻ പല കാര്യങ്ങളും, അത് പറഞ്ഞത് മുഴുവൻ സഭകളെക്കുറിച്ചും എല്ലാമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഈ ഏതൻ തോട്ടത്തിലെ കനി എന്താണ്? അന്ന് ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു വിട്ട് ഏതൻ തോട്ടത്തിൽ വിട്ട് അവരോടൊരു കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. പക്ഷേ എന്ത് ചെയ്യാം? സാത്താൻ അവിടെ ചെന്നു. സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ചെന്ന സ്ത്രീയെ വശീകരിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവൻ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കഴിഞ്ഞിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ച് ഭക്ഷിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ അനുവദിക്കരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് വേല ചെയ്യുന്നതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് ദൈവം ഏദൻ തോട്ടത്തിലെ കിഴക്ക് കെരുവുകളെയും എല്ലാ വഴികളിലേക്കും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയും നിർത്തി. അപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് കരി ഭക്ഷിക്കാതിരിക്കാൻ ദൈവം കെരുവുകളെയും ചുറ്റിത്തിരിയുന്ന വാളുകളെയും തീജ്വാലയും അവിടെ നിർത്തി സംരക്ഷിച്ചു. എങ്കിൽ ഈ നാമം എടുത്ത ഞാൻ ആരെയും ചോദിച്ചിട്ടില്ല, എങ്കിലും എനിക്ക് ശത്രുക്കൾ ആവശ്യത്തിലാണ്. ശത്രുക്കൾ എവിടുന്ന് വന്നു? ശത്രുക്കളെല്ലാം പുരോഹിതവർഗവും ഓട്ടോ സഭയിലെ പുരോഹിതവർഗവും ആ ഓട്ടോ സഭയിലെ നന്മയും മറ്റുള്ളവരെ പൊന്നുപോലെ നോക്കുന്നതുമായ പരിശുദ്ധന്മാരായ വിശ്വാസികളുമാണ് എനിക്ക് ശത്രുക്കൾ. കാരണം എനിക്ക് നന്മ ചെയ്യാൻ അറിയത്തില്ല, ആർക്കും ചെലവിന് കൊടുക്കാനും എനിക്ക് കഴിവില്ല. അതുകൊണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത്, ആ ദൈവം ഏദൻ തോട്ടത്തിലെ കനി എന്ന് പേരിട്ട എനിക്ക്, എൻ്റെ പേരല്ല, എൻ്റെ യൂട്യൂബിൽ എനിക്ക് കാവൽ, എനിക്ക് ഒരു അനർത്ഥവും വരാതിരിക്കാൻ എന്നെ എല്ലാ അനർത്ഥത്തിൽ നിന്നും രക്ഷിക്കും. മനുഷ്യരിൽ നിന്നുള്ളത് ഉള്ള അനർത്ഥത്തിൽ നിന്നും അവർ എന്ത് നിരൂപിച്ചാലും അവിടുന്ന് എന്നെ ദൈവം രക്ഷപ്പെടുത്തുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഓട്ടോ സഭയുടെ കാര്യമാണ്. അതായത് ഓരോന്ന് പറയും തോറും വിഗ്രഹാരാധന കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മൂർധന്യാവസ്ഥ അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു കൊടിയേറ്റ് കണ്ടു. ഏത് പള്ളിയിൽ, അത് പള്ളിയുടെ പേരൊക്കെ എന്തെങ്കിലുണ്ട്, ഒരു പള്ളി കൊടിയേറ്റ്. എന്തിന്? കൊടിമരത്തിൻ്റെ ചുവട്ടിൽ
സ്വർണ്ണക്കുരിശാണോ അതോ സ്വർണ്ണം പൂശിയ കുരിശാണോ, ഏതായാലും സ്വർണ്ണ കളറിലുള്ള ഒരു കുരിശ് തന്നെ ഉണ്ട്. അതിനെ ചുറ്റുമെന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ എനിക്കറിയിച്ചില്ല. ചെണ്ടമേളം, പടക്കം, അതിൻ്റെ നടുവിൽ പുരോഹിതന്മാരും എല്ലാം കൂടെ പാട്ട് പാടുന്നു. എല്ലാ പാട്ടുകളൊക്കെ എന്തെങ്കിലുണ്ട്, ഞാൻ വേണേൽ അത് നിങ്ങൾക്ക് എടുത്ത് ഇട്ടുതരാം. പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ധൂക്കുറ്റി വീശുന്നു. സഹോദരങ്ങളെ, എന്താണിത്? കൊടിമരം എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതിനെ പൂജിക്കാനുള്ളതാണ്, അതിനോട് പ്രാർത്ഥിക്കാനുള്ളതാണ്. അതിനോട് ഇത്രയും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ ഓർക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ കള്ള വർഗം പറയുന്നതിൻ്റെ പുറകെ നടന്ന് മക്കളെയും നിങ്ങൾ വിഗ്രഹാരാധന അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഒന്നോർത്തണം, അന്ത്യകാലമാണ്. അതുകൊണ്ട് ഈ കൊടിമരമൊക്കെ ഒരു കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ കൊടിയുടെ വില എന്താ? ഒരു സഭയുടെ കൊടിയാവും ഉയർത്തുന്നത്. എന്നാലും ആ കൊടി ഉയർത്തുന്ന അവിടെ എന്തോ വിശേഷം നടക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യമുള്ളൂ. അതിൻ്റെ വില എത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾക്കത് സ്വർഗരാജ്യമാണ്, അനുഭവിക്കും നിങ്ങളെല്ലാം. ഏതായാലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും എന്തിനും വേണ്ടിയും നിങ്ങൾ പുരോഹിത വർഗം പറയുന്നതിൻ്റെ പുറകെ നടന്ന് ഏതായാലും കൊള്ളാം. ഒരു ദിവസം മനസ്സിലാകും എന്താ ജീവിതത്തിൽ നമ്മൾ ഈ ചെയ്ത് തെറ്റുന്നത്. ഇനിയും പെന്തിക്കോസ്ത് സഭയെക്കുറിച്ച് ഞാൻ പറയാം. പെന്തിക്കോസ്ത് സഭയിൽ ചില പ്രവാചകന്മാർ വന്നിട്ട് പറയും, ഞാൻ ആചാര്യവേല ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, എനിക്കൊരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് പറഞ്ഞു, നിന്റെ ജോലി ഇതല്ല, നീ പോയി വചനം പ്രസംഗിക്കുക. അന്ന് ഞാൻ എൻ്റെ ആചാര്യപ്പണി നിർത്തിവെച്ച് ബൈബിളെടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ വചനം പ്രസംഗിക്കാനായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കാനിടയായത്. നല്ലവരി ഇത് രണ്ട് സഭകളിലെ ഇങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഒന്ന് കത്തോലിക്ക സഭയിലും ഒന്ന് പെന്തിക്കോസ്ത് സഭയിലും. അത് നിങ്ങൾ പോയി കാണുകയോ എന്തെല്ലാം ഓരോ കാര്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ നല്ല വഴിയിലൂടെ നടത്തുന്നു. വിശ്വാസികളെ നിങ്ങളെ ദൈവമല്ലാതെ ആരും രക്ഷിക്കത്തില്ല.